തെരഞ്ഞെടുപ്പ് ചൂടിൽ രാജ്യതലസ്ഥാനം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. പ്രചാരണം ശക്തമാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനൊപ്പം ചേരുന്നു. ജിഷ്ണു, പ്രചാരണം ആവേശത്തിൻ്റെ അങ്ങേയറ്റത്താണ്. ഒപ്പം BJPയുടെ പ്രകടന പത്രിക ഇന്നല്ലേ പുറത്തിറങ്ങുന്നത്? കൃഷ്ണരാജ്, ഫെബ്രുവരി 5-നാണ് 70-അംഗ ഡൽഹി നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുന്നത്. കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നും ആം ആദ്മിയുടെ ഭാഗത്തുനിന്നും ഒപ്പം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. പല മണ്ഡലങ്ങളിലും BJPയും ആം ആദ്മിയും നേർക്കുനേരുള്ള മത്സരമാണ് നടക്കുന്നത്. അത്തരത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ചൂടുപിടിക്കുമ്പോഴാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി അവസാനിക്കുന്നത്. വൈകിട്ട് 5 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയമുള്ളത്. ഇതിനോടകം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഒപ്പം കൽക്കാജിയിൽ നിന്ന് നിലവിലെ മുഖ്യമന്ത്രി അതിഷി മെർലേന, പ്രതിപക്ഷ നേതാവും BJPയുടെ പ്രമുഖ നേതാവുമായിട്ടുള്ള വിജേന്ദ്ര ഗുപ്ത, സതീഷ് ഉപാധ്യായ തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന സമയം. ഒപ്പം BJPയുടെ സങ്കല്പ പത്ര പ്രകടന പത്രിക ഇന്ന് 2 മണിക്ക്, ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ പ്രകാശനം ചെയ്യും എന്നുള്ളതാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാന കാര്യാലയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രധാനപ്പെട്ട നേതാക്കളും BJPയുടെ സ്ഥാനാർത്ഥികളും പങ്കെടുക്കും. ഡൽഹിയെ സംബന്ധിച്ച് സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊപ്പം വായു മലിനീകരണം, ജലമലിനീകരണം, ഗതാഗത പ്രശ്നം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് ഡൽഹിയെ സംബന്ധിച്ച് എന്തെല്ലാം പുതിയ പ്രഖ്യാപനങ്ങൾ, പുതിയ വാഗ്ദാനങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് പ്രകടന പത്രികയിൽ ഉണ്ടാകും എന്നുള്ളത് ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2 തവണത്തെ പോലെ ഇത്തവണ ആം ആദ്മിക്ക് രാജ്യതലസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിശക്തമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കസേര വിട്ടൊഴിയേണ്ടി വന്ന സാഹചര്യം, മദ്യനയ അഴിമതിയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു എന്ന് വ്യക്തമാക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകളും CAG റിപ്പോർട്ടും പുറത്തു വന്ന പശ്ചാത്തലം, അത്തരത്തിൽ വലിയ വെല്ലുവിളികൾ ആം ആദ്മിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ 2024-ലും 2019-ലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും BJPക്കൊപ്പം നിന്നിട്ടുള്ള മേഖലയാണ് രാജ്യതലസ്ഥാനം. 7 മണ്ഡലങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിന്നിട്ടുണ്ട്. അതുകൊണ്ട് വലിയ സാധ്യത BJPക്കുണ്ട്. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ, ആ ഒരു സാഹചര്യത്തിലേക്ക് ഡൽഹിയെ എത്തിക്കാനുള്ള വലിയ പ്രചാരണ പ്രവർത്തനങ്ങളാണ് BJP നടത്തിവരുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് 2 മണിക്കാണ് BJPയുടെ ദേശീയ അധ്യക്ഷൻ BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. ജിഷ്ണു, ഈ കോൺഗ്രസ്, ആം ആദ്മി, BJP വലിയ ആത്മവിശ്വാസത്തിലാണ്. അതേസമയം തുടരെ ഉണ്ടാകുന്ന വിവാദങ്ങളിൽ, മദ്യനയ അഴിമതി കേസിൽ ഒക്കെ AAP വലിയ പ്രതിരോധത്തിലാണോ? തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 തവണ മൃഗീയ ഭൂരിപക്ഷമായിരുന്നു ആം ആദ്മിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ലഭിച്ചത്. 2020-ൽ ഏറ്റവും അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70-ൽ 62 സീറ്റുകളും നേടിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ഭരണ തുടർച്ച നേടിയത്. പക്ഷേ 2025-ലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം ആം ആദ്മിക്കുണ്ടായിരുന്ന ജനപ്രീതി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജനങ്ങളുണ്ടായിരുന്ന സ്വീകാര്യത, അതിന് വലിയ കോട്ടം തട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനങ്ങൾക്ക് വൈദ്യുതി ബില്ലിലും ഈ വെള്ളത്തിന്റെ ബില്ലിലുമെല്ലാം സൗജന്യം നൽകിക്കൊണ്ട് മറുവശത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി നേതാക്കളും നടത്തുന്നു എന്നുള്ളത് മദ്യനയ അഴിമതി, ജൽ ബോർഡ് അഴിമതി തുടങ്ങിയിട്ടുള്ള അഴിമതി കഥകളിലൂടെ, അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകളിലൂടെ പുറത്തു വന്നത് വലിയ തിരിച്ചടി ആം ആദ്മിക്കും അരവിന്ദ് കെജ്രിവാളിനും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ജനങ്ങൾ ആം ആദ്മിക്കും കെജ്രിവാളിനും ഒപ്പം നിന്നത്, ഒന്ന് അഴിമതിക്കെതിരെ പോരാടിക്കൊണ്ട്, അല്ലെങ്കിൽ അഴിമതിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ ആം ആദ്മി കളം പിടിക്കുകയും ആം ആദ്മിയുടെ രൂപീകരണം തന്നെ അത്തരത്തിലായിരുന്നു. അത്തരത്തിലൊരു പാർട്ടിയും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി എന്ന് തെളിവുകൾ സഹിതം അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന CAG റിപ്പോർട്ടിൽ 2026 കോടി രൂപയുടെ വരുമാന നഷ്ടം സർക്കാർ ഖജനാവിന് മദ്യനയത്തിലൂടെ ഉണ്ടായി എന്ന കാര്യം കൂടി പുറത്തു വന്നത് വലിയ തിരിച്ചടി, കനത്ത തിരിച്ചടി ആം ആദ്മിക്ക് പ്രചാരണ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം
കെജ്രിവാളിനെ വിചാരണ ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയതും കഴിഞ്ഞ ദിവസമാണ്. ഒപ്പം പ്രചാരണ പ്രവർത്തനങ്ങളിലെ ചട്ടലംഘനങ്ങൾ, പ്രചാരണ സാമഗ്രികൾ കൊണ്ടുപോകാൻ മുഖ്യമന്ത്രി അതിഷി തന്നെ സർക്കാർ വാഹനങ്ങൾ ദുരുപയോഗം ചെയ്തു എന്നതിന് പേരിൽ FIR രജിസ്റ്റർ ചെയ്തു. സർക്കാർ സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പിന് ആം ആദ്മി ദുരുപയോഗം ചെയ്യുന്നു എന്ന വലിയ പ്രചാരണം നടത്തുന്നു. അത്തരത്തിലുള്ള വലിയ വീഴ്ചകൾ, കനത്ത തിരിച്ചടികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ആം ആദ്മിക്ക് നേരിടേണ്ടി വരികയാണ്. അത് മുതലെടുത്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായൊരു ഓളം അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് BJP രാജ്യ തലസ്ഥാനത്ത് നോക്കുന്നത്. കൃഷ്ണരാജ്. ശരി, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് BJP. അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ പ്രതിരോധത്തിലാണ്. പല രാഷ്ട്രീയ വിവാദ കാരണങ്ങളാൽ അഴിമതി കേസ് ഒക്കെയും സജീവമായി അവിടെ നിലനിൽക്കുന്നുമുണ്ട്. ഏതായാലും BJPയുടെ പ്രകടന പത്രിക ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രകാശനം ചെയ്യും. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.